അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂർ വ്യാജ തരീക്കത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറേ ചിരിച്ചു. ചിരിക്കല്ലാതെ വേറെ വഴിയില്ല. ഞാൻ പെട്ടുതരാം, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി, നിങ്ങളും ചിരിക്കും. എന്താ പറയണമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ഈ ഭൂലോകത്തുള്ള എല്ലാ സ്വത്തുക്കളും. നമ്മളൊക്കെ പഠിച്ചത് അള്ളാഹുവാണ് നമുക്ക് തരുന്നതും തടയുന്നവനും തരുന്നവനും എല്ലാം ദയാനിധിയായ റബ്ബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നമ്മുടെ എന്തും വിൽക്കാൻ തയ്യാറാണ് റസൂലുള്ളാഹിനെ കാണാൻ, അല്ലേ? റസൂലുള്ള മദീനത്തുണ്ടെന്ന് കേട്ടാൽ ഒരു സങ്കല്പം പറയാണ്, നമ്മുടെ എല്ലാം വിറ്റെറിഞ്ഞിട്ടും നമ്മൾ പോവില്ലേ? അതിന് നമ്മൾ തയ്യാറാണ്. ഒരു റസൂലുള്ളാഹിൻ്റെ മജ്ലിസ് ആവട്ടെ, മദ്ഹ് പറയുന്ന സാസാവട്ടെ, അതിനൊക്കെ നമ്മളെല്ലാം കൊടുക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ മുഹിബ്ബീങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇയാൾ പറഞ്ഞ ഈ ലോകത്തുള്ള എല്ലാ സ്വത്തുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് പിന്നീട് മശായിഖന്മാർക്ക് അല്ലാഹ് ഏൽപ്പിച്ചു, അല്ലെ റസൂലുള്ള ഏൽപ്പിച്ചു. ഇപ്പോൾ ഓൻ്റെ മശായിഖിൻ്റെ കയ്യിലാണ് അത്ര അതൊക്കെ. അയാളുടെ ഔദാര്യം കൊണ്ടാണ് നമ്മളതൊക്കെ എടുത്ത് ജീവിക്കുന്നത്. അയാളെ വഴിയിൽ നിൽക്കണില്ലെങ്കിൽ അയാൾക്കെല്ലാം തിരിച്ചു പിടിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നിങ്ങളെ സ്വത്തും നിങ്ങളെ വീടും നിങ്ങളെ കുടുംബവും നിങ്ങളെ ബിസിനസ്സും ഒക്കെ കുരുവട്ടൂർ മച്ചായിക്കേണ്ടതാണ്. അപ്പോൾ ആളെ എന്തൊരു ഔദാര്യം കൊണ്ടാണ് നമ്മളിങ്ങനെ അതൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എങ്ങാനും വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കംപ്ലീറ്റ് അദ്ദേഹം പിടിച്ചെടുത്താൽ അയാൾക്കാണ്ട് കൊടുക്കേണ്ടി വരും. കാരണം അയാളുടെയാണത്ര സ്വത്തൊക്കെ, ഈ ദുന്യാവിലുള്ള സ്വത്തൊക്കെ അയാളുടെയാണത്ര. ഇവൻ്റെ കുരുവട്ടൂർ മച്ചായിക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ആ വീഡിയോ ഇട്ടുതരാം, അപ്പോൾ കാണാൻ നിങ്ങൾക്ക്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പഠിച്ചവനെ വീട് കുടിയും ഭാര്യ അവൻ്റെതാവുമോ? എല്ലാം ഓനക്ക് അവകാശപ്പെട്ടതല്ലേ? ഈ ആദി വിഡ്ഢിത്തങ്ങൾ പറയാൻ മാത്രം അതപ്പതിച്ചു പോയൊരു തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ആദ്യ വീഡിയോ ഒന്ന് കേട്ടോ, എന്നിട്ടൊന്ന് കേൾക്കാം. ഈ ലോകത്തുള്ള വസ്തുക്കൾ എല്ലാം സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, ആ റസൂലും അവിടുത്തെ അനന്തരക്കാരായിട്ടുള്ള മശായിഖന്മാർ അവർക്കുള്ള ഉടമപ്പെട്ടതാണ്. അവരൊരു സാധാ പൊതുവായിട്ടുള്ള നിയമങ്ങൾ അംഗീകരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഔദാര്യം അല്ലേ? അവർക്ക് ഇതെല്ലാം പിടിക്കുവാനുള്ള അവകാശമുണ്ട്. കാരണം ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവര് നമുക്ക് വിട്ടുതരുന്നത് കൊണ്ട് നമ്മൾ അധികാരത്തിൽ ഇങ്ങനെ പോകാന്നുള്ളൂ. ഇതാണ് ആ വീഡിയോ. എങ്ങനെയുണ്ട്? എല്ലാം അവൻ്റെതാണ്, എല്ലാം അവൻ്റെതാണ്. അവൻ വിചാരിച്ചതൊക്കെ കണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. പഠിച്ചവന് ഈ തരീക്കത്ത് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ കീഴൊതുങ്ങി ജീവിക്കുന്ന ശരീഅത്തുൻ നഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജല. ആ ശരീഅത്ത് അങ്ങോട്ട് പൂർത്തിയായാൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു നുണ പറയാതെ സൂക്ഷ്മതയോടെ ജീവിച്ച് ശരീഅത്ത് പൂർത്തിയാക്കിയ ആളുകളുണ്ട്. അവരാണ് പിന്നെ തരീഖത്തുൻ നഖ്ദും ബി അഹ്വതകൽ വറ വഅസീമത്തിൻ കരിയാലത്തിൻ മുതബത്തില. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൂക്ഷ്മത പാലിക്കുക. ഒരാളെയും വെറുപ്പിക്കണൊരു വാക്ക് പോലും നാവുന്ന് വരാൻ പാടില്ല. ആരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും അങ്ങോട്ട് തിരിച്ച് പറയാൻ പാടില്ല. അതാണ് തരീഖത്ത്. ബഹുമാനപ്പെട്ട ഖാദിരിയ തരീഖത്ത്, ഇമാം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, റിഫാഇയ തരീഖത്ത്, നക്ഷബന്ദിയ തരീഖത്ത്, ഷാദുലിയ തരീക്കത്ത്, ഇങ്ങനെ ഒരുപാട് തരീക്കത്തുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അതിനൊക്കെ മുരീദന്മാരാണ്. പക്ഷെ ഈ തരീക്കത്ത് എന്താ? തെറിത്തരീക്കത്ത്.
തെറി പറയാൻ വേണ്ടി മാത്രം ഒരു തെരീക്കത്ത്. അതെങ്ങനെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അതിക്കേ പറഞ്ഞ തെരീക്കത്താവുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞ തെരീക്കത്ത് അതാണോ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്തുള്ളവരാ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഇസ്ലാമിൻ്റെ ദീനിയായ കാര്യങ്ങളൊക്കെ പരിപൂർണമായും സൂക്ഷിച്ച് പെരുമാറി ജീവിക്കുന്ന നല്ല മഹത്തുക്കളായ ആളുകൾ, അവർക്ക് തെരീക്കത്തിന് അധികാരമുണ്ട്, മശൈഖാവാനുള്ള അധികാരമുണ്ട്. ഇത് വായെടുത്താ കളവേ പറയും, തനിക്കളവ് തന്നെ. ആ കളവ് പറയുന്ന ആളുകൾ എങ്ങനെ തെരീക്കത്താവുക? അപ്പോൾ ശരീഅത്ത്, തെരീക്കത്ത്, ഹക്കീക്കത്ത്. പിന്നെ ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എല്ലാം കൂടി ഇസിക്കൽ ടു എന്താണ്? മൻ റാമ ദുർറൻ ലിസ്സഫീനത്തി യർകബു വയഗൂസു ബഹ്റൻ സുമ്മ ദുർറൻ ഹസ്സലാ. ഒരാൾ കപ്പലിൽ കയറി, അതാണ് ശരീഅത്ത്. കപ്പലിൽ കയറിയാലേ പോകാൻ പറ്റൂ. എന്നിട്ടോ വയഗൂസു ബഹ്റൻ, പിന്നെ അവൻ ബഹറിലേക്ക് അങ്ങോട്ട് മുങ്ങണം, അതാണ് ശരീഅത്ത്, തെരീക്കത്ത്. അപ്പോൾ സുമ്മ ദുർറൻ ഹസ്സല, അപ്പോൾ എന്താ മുത്തുണ്ട് കിട്ടും, അതാണ് ഹക്കീക്കത്ത്. ഇതൊന്നും അല്ലാത്തൊരു പ്രത്യേക തെരീക്കത്താണ് ഈ കപട തെരീക്കത്ത്, വ്യാജ തെരീക്കത്ത്, കള്ള തെരീക്കത്ത്. കുറേ സിഗരറ്റ് വലിച്ചു കൂട്ടലാണ് ഒരു തെരീക്കത്ത്. ഒരു സുലൈമാൻ ബാവ എന്ന അയാൾക്ക് ആളെ വലിയ കറാമത്ത് എന്താ പറയുക, നല്ലോണം സിഗരറ്റ് വലിച്ചു കൂട്ടുക. വായെടുത്താ കളവേ പറയൂ, അതാണ് മറ്റൊരു തെരീക്കത്ത്. എല്ലാം കൂടി ഇതാണ് ഇത്ര മഷായിഖ്. ആ മഷായിഖിൻ്റെ കയ്യിലാണ് ഇത്ര നമ്മുടെ സ്വത്തുക്കളൊക്കെ. അയാൾ വിചാരിച്ചാൽ തിരിച്ചു കൊടുത്തോളണം. ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ എന്നിട്ടും അതിൽ ഒരുപാട് ആൾ കുടുങ്ങിക്കിടക്കണം. എന്താ അറിയോ? അതിൽ പെട്ടുപോയാൽ തിരിച്ചു പോരാൻ പണിയാണ്. ഒരു മുജാഹിദിന് സുന്നിയാവാൻ പണിയില്ല. ആ പേച്ചു പോയ മുജാഹിദിൽ നിന്നും സുന്നിയിലേക്ക് വരാനൊരു പണിയില്ല. നല്ലൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ വരും. പക്ഷേ ഇവനതല്ല, ഇവരിന്ന് വരാൻ കുറച്ച് പണിയാണ്. കാരണം അവരുടെ ബ്രെയിനൊക്കെ അവർ അവിടെ പണയപ്പെടുത്തിപ്പോയി. ആധാരം തന്നെ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ചില തെരീക്കത്ത്, കള്ള തെരീക്കത്തുകളുണ്ടായിരുന്നു. മൂവാറ്റുപുഴ അയാളെ മുരീദാണെങ്കിൽ ആധാരം വരെ കൊടുക്കണമെന്ന്. ഇങ്ങനത്തെ ഈ അപകടങ്ങളിലൊക്കെ പെട്ടുപോയി അള്ളാഹുവിൻ്റെ ദീന് നശിപ്പിക്കുന്ന ഈ കപട വിശ്വാസികളെ നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. അള്ളാഹു അങ്ങനത്തെ ഷർറിലൊന്നും നമ്മളെ പെടുത്താതിരിക്കട്ടെ.